മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തു. വനംവകുപ്പ് നടത്തിയ തിരച്ചിലിനിടയിലാണ് പുലർച്ചെ 2:30 കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാധ എന്ന ആദിവാസി സ്ത്രീയെ കൊന്ന കടുവ തന്നെയാണിതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്ന് പുലർച്ചെ 2:30 പിലാക്കാവിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന ആദിവാസി സ്ത്രീയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്നും വനംവകുപ്പ് അറിയിച്ചു. പുലർച്ചെ 12:30 വനംവകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തുന്നതിനിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും കടുവ ഓടിപ്പോവുകയായിരുന്നു. പിന്നീടാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തി. 2 വലിയ മുറിവുകളാണ് കഴുത്തിലുള്ളത്. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവുണ്ടായതെന്നാണ് നിഗമനം. 38 ക്യാമറകളിലും പതിഞ്ഞ അതേ കടുവ തന്നെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കടുവ ചത്തതിന്റെ കാരണം സ്ഥിരീകരിക്കാനാകൂ. 7 വയസ്സുവരെ പ്രായം തോന്നിക്കുന്ന കടുവയാണ് ചത്തത്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ 24-നാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത്. കാപ്പി പറിക്കാൻ പോയ സമയത്താണ് വനംവകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യ രാധയെ കടുവ ആക്രമിച്ചത്. പരിശോധനയ്ക്കെത്തിയ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.